ഇത് പെട്ടെന്ന് വരുന്ന ഒരു രോഗമല്ല. ട്രിഗർ ഫിംഗർ വരാൻ സാധ്യത കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് സ്ട്രെനസ് ഗ്രിപ്പിംഗ് ആൻഡ് റിലീസിംഗ് വർക്ക് ചെയ്യുന്നവർക്കാണ്. അത് പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് ഒന്ന് ഫാർമേഴ്സ്, അതായത് പാടത്ത് നമ്മൾ പണിയെടുക്കുന്ന സമയത്ത് മൺവെട്ടിയും മറ്റൊന്നുമെല്ലാം വളരെ ഗ്രിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ പിടിക്കേണ്ടി വരുന്നത്. അവർക്കത് വരാൻ സാധ്യതയുണ്ട്. അതേപോലെ ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്യുന്നവർക്കും ഇത് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. മൂന്നാമത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നവർക്ക്, ഇപ്പോൾ ഒരു ഗിറ്റാർ അതെല്ലാം ചെയ്യുന്നവർ ഇതുപോലെ വളരെ ഗ്രിപ്പ് ചെയ്ത് വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അവർക്കും ഇത് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അവസാനമായിട്ട് ഈ റാക്കറ്റ് സ്പോർട്സ് എന്ന് വെച്ചാൽ ക്രിക്കറ്റ് ബാറ്റ് ഇല്ലെങ്കിൽ ടെന്നീസ് റാക്കറ്റ് ഇതെല്ലാം ചെയ്യുന്നവരും വളരെ ഗ്രിപ്പ് ചെയ്തിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്, അവർക്കും ഇത് വരാൻ സാധ്യതയുണ്ട്. ഇതല്ലാതെ സർട്ടൻ ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ളവർക്കും ഇത് വരാം. ഒന്ന് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ഗൗട്ട്, ഡയബറ്റിസ്, തൈറോയിഡ് ഇതെല്ലാം ഉള്ളവർക്ക് ഇത് വരാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഒരു ഇംപ്രോപ്പർ ആയിട്ട് സ്ട്രെനസ് യൂസ് ഓഫ് ദ ഹാൻഡ് നമുക്ക് സ്ട്രെങ്ത് അല്ല തരിക, ആക്ച്വലി അതൊരു ഡാമേജിങ് കണ്ടീഷനാണ്.